ധന്യ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചുമതല, അതായത് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചു. അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ, കേരളത്തിന് ഇതുവരെ വന്നതിൽ വെച്ച് ഒരു ഗവർണർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു എന്ന് നമ്മളിപ്പോഴും പറയുന്നത്, ഏറ്റവും ആദ്യത്തെ പേര് എന്ന് പറയുന്നത് അബ്ദുൽ കലാമിൻ്റെ പേരാണ്. വളരെ മനോഹരമായി അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ ഈ ഗവർണർ പദവിയിൽ വളരെ ആർജവത്തോടുകൂടി വളരെ കൃത്യതയോടുകൂടി ജോലി ചെയ്ത ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ റബ്ബർ സ്റ്റാമ്പ് അല്ല, ഗവർണറാണ്, ഗവർണറുടേതായ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും തൻ്റെ ഓരോ കാര്യങ്ങളും, കേരളത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ പ്രതികരണം കൊടുക്കുകയും അതുപോലെ തന്നെ ഓരോ ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ ആളുകൾക്ക് സ്വാന്തനമേകുകയും ഒക്കെ ചെയ്ത ഒരു ഏറ്റവും മികച്ച ഗവർണർ എന്ന നിലയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയാം. മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയപരമായി തന്നെ പറയേണ്ടിടത്ത് കൃത്യമായി പറയുകയും തനിക്ക് എതിർ ശബ്ദങ്ങളുള്ള കാര്യങ്ങളിൽ ആ വിയോജിപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയും തുടരും എന്നാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പറഞ്ഞു അദ്ദേഹം നല്ല ഗവർണറാണ്, 5 വർഷം കൂടെ തുടരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇടതുപക്ഷം എത്രമാത്രം സ്വീകാര്യമാണെന്ന് നമുക്കറിയില്ല. എങ്കിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറെ ധന്യ നോക്കിക്കാണുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ സത്യത്തിൽ നട്ടല്ലുറപ്പുള്ള ഒരു ഗവർണർ, എനിക്ക് അങ്ങനെയാണ് അദ്ദേഹത്തെ തോന്നിയത്. അത് പിണറായി ഇരട്ടച്ചങ്കനെ നിലയ്ക്ക് നിർത്തുന്നത് കൊണ്ടോ ഇരട്ടച്ചങ്കനായ പിണറായിയെ വിറപ്പിക്കുന്നത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. സംഘി ഗവർണറാണ് എന്ന് ആർഷ ഉൾപ്പെടെയുള്ള SFI നേതാക്കൾ ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിക്കുമ്പോഴും നട്ടല്ലോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ എന്നിട്ടേ ഞാൻ പോകൂ, SFI കയറ്റില്ല എന്ന് പറഞ്ഞ കോളേജുകളിൽ ധീരനായി വന്നു കയറിയ ആരിഫ് മുഹമ്മദ് ഖാൻ, അത്തരം ഒരു ഗവർണർ കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, ഇല്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പോലൊരു ഗവർണർ കേരളത്തിൽ ഇതിനു മുൻപേ ഉണ്ടായിട്ടില്ല. അദ്ദേഹം സംഘി ഗവർണറല്ല, വിമർശിക്കേണ്ടവരെ അതിപ്പോൾ മോദി ആയാലും സുരേഷ് ഗോപി ആയാലും ഏത് നേതാക്കളായാലും അദ്ദേഹം വിമർശിക്കേണ്ടവരെ കൃത്യമായി വിമർശിച്ചു പോകുന്ന ഒരു നേതാവ്. 5 വർഷത്തെ കാലാവധിയാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. ഈ 5 വർഷത്തെ കാലാവധിയിൽ നമ്മൾക്ക് നോക്കുമ്പോൾ പിണറായി സർക്കാരിനെ വരച്ച വരയിൽ നിർത്തിയ ഒരു ഗവർണർ, അതായത് പലപ്പോഴും പിണറായിയുടെ വേരിളകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വലിയ ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും ഒക്കെ ജനങ്ങളെ അടിമകളെ പോലെ കണ്ട് അവരുടെ നെഞ്ചിലേക്ക് ഒരു മൈക്കിനെ പോലും വെറുതെ വിടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുണ്ട്. മൈക്കിനോട് പോലും ശത്രുത കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ ആ മുഖ്യമന്ത്രി ആകെ കൂടെ ഭയന്നിട്ടുള്ള ഒരൊറ്റ ആള് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് പറയും, എന്ത് കാണിക്കും? കാരണം പല ബില്ലുകളും പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപുള്ള ഗവർണർമാരൊക്കെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുമായി നല്ല ടേംസിൽ പോകുന്നവരാണ്. ഇവർ എന്ത് ബില്ല് കൊടുത്താലും അത് ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് കൊണ്ടുപോയാൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തും. ഇത് കൃത്യത ഉള്ളതാണോ, ഇത് ഏത് തരത്തിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്, എന്താണ് ഈ ബില്ലിന്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു പിണറായിക്കിട്ട് ഒരു പണി കൂടെ കൊടുക്കാം എന്നുള്ളത് മനസ്സിൽ കണ്ടിട്ടായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ആ പ്രമേയം പാസാക്കിയതിനെതിരെയായിരുന്നു ഗവർണർ പിണറായി സർക്കാരിനെതിരെ ആദ്യ വെടിപൊട്ടിച്ചത്. അവിടെ നിന്നാണ് ഈ പിണറായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടങ്ങിയത്. പക്ഷേ ഒരു ഗവർണറോടും കാണിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വഴിയിൽ ഇറങ്ങി നിന്നിട്ട് ഒരു ഗവർണർ പോകുന്ന വഴി വരെ പോലീസ് ചോർത്തി നൽകി SFIക്ക്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പെരുമാറുന്ന രീതി, അതിനുശേഷം അദ്ദേഹം ആ വഴിയിൽ ഇറങ്ങി, നമ്മൾക്കൊന്നും കേട്ട ചരിത്രം പോലുമില്ല, ഒരു ഗവർണർ നട റോഡിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുന്നു. ഇവർക്കെതിരെ, ഈ സമരം നടത്തിയവർക്കെതിരെ
പോലീസ് കേസെടുത്താൽ മാത്രമേ താൻ ഇവിടെ നിന്ന് പോകൂ എന്ന് പറയുന്ന ഒരു ഗവർണറെ കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും കേരള ജനത എന്ന് പറയുന്നത്. പിന്നെ കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നുകൊണ്ട് ജനങ്ങളോട് സംവദിക്കുന്ന ഒരു ഗവർണർ. സത്യത്തിൽ സുരക്ഷാ വലയത്തിൽ നിന്ന് ഒരു ഗവർണർ, എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്കൊക്കെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ ഭയമാണ്. കാരണം ഇദ്ദേഹം എപ്പോഴാണ് കുട്ടികളെ കാണുമ്പോൾ അവരുടെ അടുത്ത് പോകുന്നത്, നിരാലംബരെ കാണുമ്പോൾ ഇവരുടെ അടുത്ത് പോകുന്നത്. കാരണം അവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. അത്ര സുരക്ഷ അവർക്ക് ഒരുക്കേണ്ടതുണ്ട്. മുൻകൂട്ടി പറയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലെത്തി സ്കൂൾ കുട്ടികളോട് സംസാരിക്കുന്നു, ഹൽവ കടയിൽ കയറുന്നു, അവിടെ അവരോട് സംവദിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പം ഇതൊക്കെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗവർണറുടെ രീതിയാണ് നമ്മളൊക്കെ കാണുന്നത്. നിലപാടുകളിലുള്ള ശക്തത, ചങ്കുറപ്പോടെ അത് പറയാനുള്ള ശക്തത, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കാണ് നിങ്ങൾ ആ ബില്ല് പാസ്സാക്കുന്നതെങ്കിൽ, ജനങ്ങൾക്കാണ് നിങ്ങളത് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒപ്പമുണ്ട്. അല്ല നിങ്ങൾക്ക് വേണ്ടി അഴിമതി നടത്താറാണെങ്കിൽ ഒരിക്കലും ഞാനിതിന് കൂട്ടി നിൽക്കില്ല എന്ന് പറയുന്നത്. മാത്രമല്ല VC-മാർ സ്വന്തം കേസുകൾ സ്വന്തം ചിലവിൽ നടത്തണമെന്ന് പറഞ്ഞ ആദ്യ ഗവർണർ കൂടിയാണ്. എപ്പോഴും VC-മാർ സർക്കാരിന്റെ ചിലവിലാണ് കേസുകൾ നടത്തുന്നത്. അതായത് നമ്മുടെ നികുതി പണം എടുത്ത് അതിന് വേണ്ട, നിങ്ങളുടെ കേസുകൾ നിങ്ങളുടെ സ്വന്തം ചിലവിൽ അങ്ങ് നടത്തിയാൽ മതി എന്ന് ചങ്കുറപ്പോടെ പറയുന്ന ഗവർണർ. ചാൻസലർക്കെതിരെ തന്നെയാണ് ഇവർ പലപ്പോഴും ഈ ഗവർണർ മാറണമെന്ന് പാർത്തൻ ചിന്തിക്കുന്നുണ്ടോ? അല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ടേമും കൂടി തുടരണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. കാര്യം ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഏറ്റവും ഒരു തന്ത്രപരമായ നീക്കം എന്നൊക്കെ ഞാൻ കരുതുന്നത്, മറ്റ് ഗവർണർമാർ പലപ്പോഴും അവർക്കെതിരെയുള്ള ഒരു ബില്ല് വരികയാണെങ്കിൽ അവർ ഭയന്ന്, അയ്യോ എനിക്കെതിരെ ബില്ലാണ്, ഞാൻ ഇതിനെ എന്തും പറഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒപ്പിട്ട് കൊടുക്കും. പക്ഷേ ചാൻസലർ പിടക്കാതെ നോക്കും. ഈ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണമെന്ന ബില്ല് ഈ എന്താണ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെ ആദ്യ ടേമിൽ ഗവർണർ എന്ത് ചെയ്തു? അത് വെച്ചു. അത് സർക്കാരിന് തിരിച്ചയച്ചാൽ വീണ്ടും സർക്കാർ അത് പാസ്സാക്കി അയച്ചാൽ അത് ഗവർണർ ഒപ്പിടണമെന്നാണ് നിയമം. അതുകൊണ്ട് ഗവർണർ എന്താണ് ചെയ്തത്? ഗവർണർ വളരെ കൃത്യമായി ഈ ബില്ല് തനിക്കെതിരായിക്കൊണ്ടുള്ള വലിയ നീക്കമാണ് ഇത് മനസ്സിലാക്കുകയും ഇത് ഇവിടുത്തെ സർവകലാശാലകളെ മൊത്തം പല ആളുകളെ തിരികെ കയറ്റാനും അത് സർവകലാശാലകളെ മൊത്തം രാഷ്ട്രീയത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി നശിപ്പിക്കാനുമുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയും അതോടുകൂടി ആ ഒരു പിടി നഷ്ടപ്പെടുമെന്ന് മനസ്സിലായ അദ്ദേഹം നേരെ രാഷ്ട്രപതിക്കാണ് ആ ബില്ല് അയക്കുന്നത്. രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ബില്ല് പോകുന്നു. അവിടെ രാഷ്ട്രപതി അത് എത്ര കാലം പരിഗണനയിൽ വെക്കുമെന്ന് നമുക്കൊന്നും അറിയില്ല. സുപ്രീം കോടതിക്ക് പോലും രാഷ്ട്രപതിയോട് നിങ്ങളത് പരിഗണിക്കൂ എന്ന് പറയാനുള്ള പരിമിതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി അത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ബില്ലുകളും രാഷ്ട്രപതി ഒരുപക്ഷെ തീർപ്പാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില 1-2 ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. അത് വളരെ കൃത്യമായ രാഷ്ട്രീയവും അതിലുണ്ടായിരിക്കാം. പക്ഷെ തന്ത്രപരമായി ആരത് ചെയ്തു? ആരിഫ് മുഹമ്മദ് ഖാൻ അത് ചെയ്തു. രണ്ടാമത്തത്, ആരിഫ് മുഹമ്മദ് ഖാനെതിരായിക്കൊണ്ട് ഇവർ പറഞ്ഞ വെല്ലുവിളിച്ച, നേരത്തെ ധന്യ പറഞ്ഞ കാര്യമുണ്ട്. അതായത് സർവകലാശാലകളിൽ കോളേജുകളിൽ എന്ത് വന്നാലും ആരിഫ് മുഹമ്മദ് ഖാനെ കയറ്റില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് അവർ അവകാശപ്പെടുന്ന വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ് SFIയും ആർഷോയും ഒക്കെ. അപ്പോൾ അവർ അങ്ങനെ പറയുന്ന സമയത്ത് അതിനെ പോലും ഭയക്കാതെ അവിടെ ധൈര്യത്തോടെ ചെന്ന് കയറിയാണ്. എൻ്റെ സെക്യൂരിറ്റി അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിൻ്റെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ പോകുക തന്നെ ചെയ്യുമെന്ന് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടേക്ക് കയറി ചെല്ലുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ധന്യ നേരത്തെ പറഞ്ഞതുപോലെ മിഠായി തെരുവിലെ കാര്യം, മിഠായി തെരുവിൽ ഗവർണർക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ അവിടെ മാധ്യമപ്രവർത്തനം നടന്ന സമയത്താണ് ഗവർണർ മിഠായി തെരുവിലിരുന്നത്. ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് ഗവർണർ ഇറങ്ങി വരുന്നത്. പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു നീക്കം ഗവർണർ നടത്തുമെന്ന് അദ്ദേഹം അറിയില്ല. അവിടുത്തെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇദ്ദേഹം ഇവിടെ വരുമെന്നുള്ളത് എന്നാണ് പറഞ്ഞത്. ആ മിഠായി തെരുവിൽ ആകെ ജനങ്ങൾ തട്ടിച്ച് കയറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അവിടെ ഓരോ കുട്ടികളോടും അദ്ദേഹം കുശലം പറഞ്ഞു, ഓരോ ആളുകളെയും എടുത്ത് കൊഞ്ചിച്ചു. ഞാൻ നിങ്ങളുടെ നടുക്കുണ്ട്, ഞാൻ ജനങ്ങളുടെ നടുക്കുണ്ട്, നിങ്ങൾ ഇവിടെ തടയൂ, നിങ്ങൾ എവിടെ, ഞാൻ കോളേജിലേക്കോ ഞാൻ എൻ്റെ ഗവർണറുടെ വസതിയിലോ ഒന്നും അല്ല, രാജ്ഭവനിലോ കയറി ഇരിക്കുകയല്ല, ഞാൻ നടു റോഡിൽ, ഞാനിതാ കോഴിക്കോട്ടെ നടു റോഡിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് തടയൂ, ജനങ്ങൾക്കിടയിലാണ് ഞാനുള്ളത് എന്ന് ആർജവത്തോടെ പറയുകയും അവിടെ ഓരോ കടയിലും കയറി ഹൽവ വാങ്ങി ആ കുട്ടികളെ തലോടി അവരോടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ച് ഓരോ യുവതികളെയും യുവാക്കളെയും ഒക്കെ കണ്ടുകൊണ്ട് അവരോട് കുശലം പറഞ്ഞു പോകുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടു. ഇവിടെ ഗവർണർ എന്ന പദവിക്ക് ചില അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്
ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന സമയത്താണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായി ചില വിയോജിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത എല്ലാ തീരുമാനങ്ങളെയും ഞാൻ യോജിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, അത് മഹത്തായ ഒരു മാതൃകയാണ്. കാരണം റബ്ബർ സ്റ്റാമ്പായി ഗവൺമെന്റ് കാണിക്കുന്ന അഴിമതികൾ, ഗവൺമെന്റ് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ റബ്ബർ സ്റ്റാമ്പായി ഇരിക്കാനുള്ളതല്ല ഗവർണറിന്റെ പോസ്റ്റ് എന്ന് കാണിച്ചു തന്ന ആർജവമുള്ള ഒരു ഗവർണർ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. തീർച്ചയായിട്ടും അതിൽ എനിക്ക് തമാശയായിട്ട് തോന്നിയത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണം. അപ്പോൾ ഈ ഇടയ്ക്ക് അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായി പോയപ്പോൾ ഗവർണറോട് സാധാരണ ഗവർണറോട് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി, കാരണം അടുത്ത ആ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് സംസ്ഥാനത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് ആരാണെന്നുള്ളൊരു ചുമതല ആർക്കെങ്കിലും നൽകിയിട്ടാണ് പോകുന്നത്. പക്ഷെ പിണറായി അത്തരത്തിൽ നൽകാറില്ല എന്നുള്ളതാണ്. കാരണം പിണറായിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം. എന്തായാലും പോയപ്പോൾ മാധ്യമപ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാനോട് ചോദിച്ചു, മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ലേ, വിദേശത്ത് പോയോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അത്രയും അത്രയും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. സാധാരണ ഗവർണറെ കൂടെ അറിയിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രോട്ടോകോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു ദിവസം പെട്ടിയും കിടക്കെടുത്ത് ഭാര്യയും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കയ്യിൽ പിടിച്ച് നാളെ ഒന്ന് അമേരിക്ക ചുറ്റിയിട്ട് വരാം, സ്വിറ്റ്സർലാൻഡ് ചുറ്റിയിട്ട് ഒരു പഠനം അങ്ങ് വയ്ക്കും. എങ്ങനെയാണ് മഴ ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളത്തെ ആകാശത്തേക്ക് കയറ്റി വിടാൻ പറ്റുമോ, ഇതൊക്കെ ഉള്ള പഠനങ്ങൾ നടത്തണമല്ലോ. അത് ഇവിടെ നിന്ന് നടത്തിയാൽ പറ്റില്ല. പക്ഷെ ഒരു വെള്ളക്കെട്ട് വന്നാൽ കേരളം മുഴുവൻ മുങ്ങും എന്നുള്ളത് മറ്റൊരു വാസ്തവം. ഇവർ വിദേശത്തൊക്കെ പോയി എന്ത് പഠിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് വ്യക്തിപരമായി, അതായത് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മുസ്ലിം സ്ത്രീകളെ ബാധിക്കുന്ന തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് രാജിവെച്ച് ഇറങ്ങി വന്ന ഒരു മനുഷ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുസ്ലിം വ്യക്തി നിയമങ്ങളെ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, മുസ്ലിം നവീകരണത്തിന് വേണ്ടി അതിൽ ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി അതിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കൂടെ തുടരട്ടെ. കാരണം ഇടതുപക്ഷമല്ല വലതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും അവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും അവർ ചെയ്യുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും അവരെ തിരുത്താനും ഒരാൾ മുന്നിലുള്ളത് നല്ലത് തന്നെയാണ്. അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്ക് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം ഈ 5 വർഷ കാലയളവിൽ തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹം തന്നെ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും.